ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും അബ്ദുള്ളയുടെ മകൻ ഇബ്നു ഉമറിന്റെ മകൻ സാലിം റഹിമഹുല്ലാ രേഖപ്പെടുത്തുന്നു. ഫകാന അബ്ദുല്ലാ ലാ യനാമു മിനൽ ലൈലി ഇല്ലാ ഖലീല. പ്രവാചകന്റെ തിരുവായയിൽ നിന്ന് അത് കേട്ടവിടുന്ന് അങ്ങോട്ട് പിന്നെ ജീവിതത്തിൽ രാത്രി സമയങ്ങളിൽ അധികമൊന്നും ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എൻ്റെ ഉപ്പ അബ്ദുള്ള ഉറങ്ങാറുണ്ടായിരുന്നില്ല എന്ന് മകൻ രേഖപ്പെടുത്തുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നമസ്കാരത്തിന് നൽകുന്ന പ്രാധാന്യം നീണ്ടു പരന്ന് കിടക്കുന്ന ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ, ഇമാം മുസ്ലിമിന്റെ സ്വഹീഹിൽ, ഇമാം തുർമുദിയുടെ സുനനിൽ, ഇമാം അഹ്മദിന്റെ മുസ്നദിലൊക്കെ രാത്രി നമസ്കാരത്തിന്റെ പ്രാധാന്യം മാത്രം പറയുന്ന അധ്യായങ്ങൾ പോലും നമുക്ക് കാണാൻ കഴിയും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇന്നല്ലാഹ വിത്റുൻ യുഹിബ്ബുൽ വിത്ർ. തീർച്ചയായും അല്ലാഹു ഏകനാണ്, ഒറ്റയാനാണ്, തുല്യനില്ലാത്തവനാണ്. അതുകൊണ്ട് യുഹിബ്ബുൽ വിത്ർ, അവൻ തീർച്ചയായും ഒറ്റയിട്ട് നമസ്കരിക്കുന്നവനെ ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും രാത്രി നമസ്കാരം ഒറ്റയിട്ട് അവസാനിപ്പിക്കുന്ന 3, 5, 7, 9, 11 വരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച് കാണിച്ചു തന്ന 11ലേറെ അധികരിപ്പിക്കാത്ത ഖിയാമുൽ ലൈൽ എന്നും തഹജ്ജുദ് എന്നും വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്ന രാത്രി നമസ്കാരമുണ്ടല്ലോ, വിത്ർ എന്ന പേരിൽ അറിയപ്പെടുന്ന നമസ്കാരം, അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക തന്നെ ചെയ്യണം. മാത്രവുമല്ല, ഓരോ നമസ്കാരത്തിൻ്റെയും മുമ്പും പിമ്പുമുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ, ആ നമസ്കാരങ്ങൾക്ക് കെട്ടുറപ്പ് നൽകുകയാണ് ചെയ്യുന്നത്. ഓടിച്ചെന്ന് ളുഹർ നമസ്കരിക്കുന്നതിനേക്കാളും ളുഹർ നമസ്കാരത്തിൽ തഖ്വയുണ്ടാവുക ളുഹറിന് മുമ്പുള്ള നമസ്കാരം സുന്നത്ത് നമസ്കരിച്ച് ളുഹറിൽ പ്രവേശിക്കുമ്പോഴാണ്. എന്തേ കാരണം? കൂടുതൽ മനസ്സിനെ പാകപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ നിന്നുകൊണ്ട് നാം നമസ്കരിക്കുമ്പോൾ സുന്നത്തുകൾ കൂടി നാം അനുഷ്ഠിച്ചാൽ നമ്മുടെ ഫർളുകളിൽ വരുന്ന ന്യൂനതകളെ അതില്ലായ്മ ചെയ്യും എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, സല്ലൈതു മഅൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നമസ്കരിക്കുകയുണ്ടായി. സജദത്തൈനി ഖബ്ല ളുഹ്രി, പ്രവാചകന്റെ പള്ളിയിൽ വെച്ച് ഞങ്ങൾ നമസ്കരിച്ചു. എന്ത്? സജദത്തൈന ഖബ്ല ളുഹ്രി, ളുഹറിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം. വസജദത്തൈനി ബഅദ ളുഹർ, ളുഹറിന് ശേഷമുള്ള 2 റക്അത്ത്. വസജദത്തൈനി ബഅദൽ മഗ്രിബ്, മഗ്രിബിനോട് അനന്തരമുള്ള മഗ്രിബിന് ശേഷമുള്ള 2 റക്അത്ത്. വസജദത്തൈനി ബഅദൽ ഇശാ, ഇശാഇന് ശേഷമുള്ള 2 റക്അത്ത് നമസ്കാരം. വസജദത്തൈനി ബഅദൽ ജുമുഅ, ജുമുഅക്ക് ശേഷമുള്ള 2 റക്അത്ത് നമസ്കാരം. ഇവയെല്ലാം ഞങ്ങൾ പ്രവാചകന്റെ കാലത്ത് സുന്നത്ത് നമസ്കാരങ്ങളായി റവാത്തിബ് സുന്നത്ത് എന്ന പേരിൽ പ്രവാചകൻ പരിചയപ്പെടുത്തിയതായി ഞങ്ങൾ നിർവഹിച്ചു പോന്നിരുന്നു എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ചുരുക്കത്തിൽ നമസ്കാരം എന്നത് ഒരു മുസ്ലിമിന്റെ ജീവിതത്തിലെ അനിവാര്യ ഘടകം. അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് നാം ഏറ്റവും അടുക്കുന്ന സന്ദർഭം അവൻ സുജൂദിൽ കിടക്കുമ്പോഴാണ് എന്നത് ആത്മീയവും മതപരവുമായ വശമാണെങ്കിൽ, നമ്മുടെ ശരീരത്തിലെ രക്തയോട്ടം കൂടുതലുണ്ടാകുന്ന ഭൗതികമായൊരു വശം കൂടി സുജൂദുകളിലൂടെ, റുകൂഉകളിലൂടെ, നമ്മുടെ നമസ്കാരത്തിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ആത്മീയ വശം തന്നെയാണ് പ്രാധാന്യം, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നമസ്കരിക്കേണ്ടത്. പക്ഷേ ഇങ്ങനൊരു വശം കൂടി ഉണ്ട് എന്ന് സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. ചില പണ്ഡിതന്മാർ ഭൗതികമായ ഗുണങ്ങൾ മാത്രം, നമസ്കാരത്തെക്കുറിച്ച് ഭൗതികമായ ഗുണങ്ങൾ മാത്രം ക്രോഡീകരിച്ചത് നമുക്ക് കാണാൻ കഴിയും. അവൻ്റെ സുജൂദ് കൊണ്ടും അവൻ്റെ റുകൂഉ കൊണ്ടും അവൻ്റെ തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ടും അവൻ്റെ നമസ്കാരത്തിലെ മറ്റു കർമ്മങ്ങളെ കൊണ്ടും അവൻ്റെ ശാരീരികമായ ശക്തി ഊട്ടിയുറപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമസ്കാരത്തിലൂടെ സാധിക്കുന്നു എന്നും അവർ വിശദീകരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഞാൻ അവസാനിപ്പിക്കും മുമ്പ്, നമസ്കാരം ഇത്രത്തോളം പ്രാധാന്യമാണെന്നറിഞ്ഞ്, പ്രാമുഖ്യമുള്ളതാണെന്നറിഞ്ഞ് നാം മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെതായ രൂപത്തിൽ കൂടി നമസ്കരിക്കാൻ നാം ശ്രദ്ധിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരൊറ്റ ഹദീസും അതിൻ്റെ അർത്ഥവും മാത്രം ഈ വൈകിയ വേളയിൽ നിങ്ങളോട് സൂചിപ്പിക്കട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും നമസ്കാരത്തിന് വേണ്ടി നിന്നാൽ, അവൻ നെഞ്ചത്ത് കൈകെട്ടിയാൽ, അള്ളാഹുവിനോട് സംഭാഷണം തുടങ്ങിയാൽ, അവൻ സൂറത്തുൽ ഫാത്തിഹയിലേക്ക് എത്തുമ്പോൾ
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലി അവനതാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുന്നു. അപ്പോൾ അല്ലാഹു പറയും ഹമിദനി അബ്ദി, ഹമിദനി അബ്ദി, ഇതാ എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു, എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു എന്ന്. ഉടൻ തന്നെ അർ റഹ്മാനുർ റഹീം എന്ന് പറയുമ്പോൾ മജ്ജദനി അബ്ദി, മജ്ജദനി അബ്ദി, എൻ്റെ അടിമ എന്നെ പുകഴ്ത്തിയിരിക്കുന്നു, എൻ്റെ അടിമ എന്നെ പുകഴ്ത്തിയിരിക്കുന്നു. മാലിക് യൗമിദ്ദീൻ എന്ന് പറയുമ്പോൾ അസ്നാ അലയ്യ അബ്ദി, എൻ്റെ അടിമ എന്നെ വാഴ്ത്തിയിരിക്കുന്നു, എൻ്റെ അടിമ എന്നെ വാഴ്ത്തിയിരിക്കുന്നു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ എന്നൊരടിമ പറയുമ്പോൾ അല്ലാഹു പറയും ഇതെന്റെയും അടിമയുടെയും ഇടയിലുള്ള കരാറാണ്. അതുകൊണ്ട് എൻ്റെ അടിമ ഇനി എന്തു ചോദിക്കുന്നുവോ അത് ഞാൻ അവന് നൽകുക തന്നെ ചെയ്യും. ഉടൻ തന്നെ നമ്മൾ ചോദിക്കുന്നത് എന്താണ്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ കഴിഞ്ഞാൽ നമുക്ക് ചോദിക്കാനുള്ളത് എന്താണ്? ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, നേരായ ചൊവ്വായ വക്രതയും വളവുമില്ലാത്ത പാതയിൽ നീ ഞങ്ങളെ ചേർക്കേണമേ എന്ന് അല്ലാഹു പറയും. അതേ, എൻ്റെ അടിമയുടെ ഇടയിലുള്ള കരാറാണിത്. അവന്റെ ചോദ്യത്തിന് ഞാൻ ഉത്തരം നൽകും, അവനെ ഞാൻ നല്ല പാതയിൽ ചേർക്കും. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, അതായത് അനുഗ്രഹം ലഭിച്ചവരുടെ മാർഗത്തിൽ, നിന്റെ അമ്പിയാക്കളുടെ, ഔലിയാക്കളുടെ, സ്വാലിഹീങ്ങളുടെ, ശുഹദാക്കളുടെ, സജ്ജനങ്ങളുടെ മാർഗത്തിൽ. ഗൈരിൽ മഗ്ലൂബി അലൈഹിം, നിന്റെ കോപത്തിനും ശാപത്തിനും വിധേയരായവരുടെ മാർഗത്തിലല്ല. വലദ്ദാല്ലീൻ, വഴിപിഴച്ചു പോയവരുടെ മാർഗത്തിലല്ല, ജൂതന്മാരുടെ മാർഗത്തിലല്ല, ക്രൈസ്തവരുടെ മാർഗത്തിലല്ല, ഏറ്റവും ചൊവ്വായ പാതയിൽ ഊന്നി നിന്ന് സ്വർഗം വാങ്ങുന്നവരുടെ പാതയിൽ നീ എന്നെ ചേർക്കണമേ എന്ന് പറയുമ്പോൾ അല്ലാഹു പറയും ചേർക്കും, ഇൻഷാ അല്ലാഹ് ചേർക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലാഹു അങ്ങനെ പറയുന്നു, അല്ലാഹു ആ അടിമയെ ചോദ്യത്തിന് ഉത്തരം നൽകുന്നു, അവനെ സ്വർഗത്തിൽ പ്രവേശിക്കുകയും സിറാത്തുൽ മുസ്തഖീമിലൂടെ നയിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഏറ്റവും നേരായ ചൊവ്വായ പാതയിലൂടെ എത്തിച്ചേരാനുള്ള ഏറ്റവും വലിയ ആരാധനാ കർമ്മമായി നമസ്കാരത്തെ നാം കാണുക. ന്യൂനതകളില്ലെന്ന് ഉറപ്പുവരുത്തുക, ന്യൂനതകൾ വന്നുപോയിട്ടുണ്ടെങ്കിൽ റബ്ബിനോട് പശ്ചാത്തപിക്കുക, ജമാഅത്ത് നമസ്കാരത്തിൽ പ്രാമുഖ്യം കാണിക്കുക, സുന്നത്തുകൾ കൂടി അനുഷ്ഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കാരത്തിന്റെ പ്രാധാന്യവും മഹത്വവും ഉൾക്കൊണ്ട് അതിനനുസൃതമായ പ്രതിഫലം വാങ്ങുന്ന യഥാർത്ഥ നമസ്കാരക്കാരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا صيامنا وقيامنا وركوعنا وسجودنا واعتدالنا ودعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.